മിശിഹായിൽ ഏറെ പ്രിയപ്പെട്ടവരെ, എട്ടുനോമ്പിൻ്റെ 8ാമത്തെ ദിനത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ തിരുജനനത്തിൻ്റെ പവിത്രമായ ആഘോഷത്തിലേക്കാണ് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണവും ദൈവത്തിൻ്റെ ഉന്നതമായ തിരഞ്ഞെടുപ്പും ആണ്. ഇന്നത്തെ സുവിശേഷത്തിൽ വംശാവഴിയുടെ പട്ടിക വായിക്കുമ്പോൾ അബ്രാഹം മുതൽ ജോസഫ് വരെ നീളുന്ന ഒരു വലിയ ചരിത്രം നാം കാണുന്നു. ഒടുവിൽ വചനം പറഞ്ഞു നിർത്തുന്നത് ഇവിടെയാണ്. മറിയത്തിൽ നിന്നാണ് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ജനിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വാഗ്ദത്ത സന്താനമായ ഇസഹാക്കിനെ കുറിച്ച് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു. യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, പേര് ചൊല്ലി നിന്നെ വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ സൂര്യനെ അണിഞ്ഞ ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടമണിഞ്ഞ വലിയൊരു സ്ത്രീയുടെ ദർശനം നാം കാണുന്നു. ഈ തിരുവചനങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു പവിത്രമായ സത്യത്തിലേക്കാണ്. പരിശുദ്ധ അമ്മ കേവലം യാദൃച്ഛികമായി ജനിച്ചവളല്ല, മറിച്ച് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ യുഗങ്ങൾക്ക് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. വംശാവഴിയുടെ ഏടുകളിൽ പാപികളും വിശുദ്ധരും രാജാക്കന്മാരും സാധാരണക്കാരുമെല്ലാം കടന്നു പോയപ്പോൾ ആ പരമ്പരയുടെ പൂർത്തീകരണമായി പാപത്തിൻ്റെ നിഴൽ വീഴാത്ത നിർമ്മല പാത്രമായി ദൈവം അണിയിച്ചൊരുക്കിയ ആലയമാണ് പരിശുദ്ധ അമ്മ. വെളിപാടിൻ്റെ പുസ്തകം പറയുന്നത് പോലെ തിന്മയുടെ സർപ്പമായ വ്യാളി ദൈവിക പദ്ധതി തകർക്കാൻ അമ്മയ്ക്കും മകനുമെതിരെ വാ പിളർന്നെങ്കിലും ദൈവത്തിൻ്റെ ചിറകുകൾ അമ്മയെ പരിപാലിച്ചു. ദേശീയ പ്രവാചകങ്ങളിലൂടെ അവിടുന്ന് നൽകിയ ആ വാഗ്ദാനം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവളാണ് അമ്മ. നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടാകും, തീയിലൂടെ നടന്നാലും നീ ദഹിച്ചു പോകില്ല. തൻ്റെ ജീവിതത്തിൽ ആപത്തുകളും സങ്കടങ്ങളും കുരിശുകളും കടന്നു വന്നപ്പോഴും നീ എൻ്റേതാണ് എന്ന് പേര് ചൊല്ലി വിളിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴമായി വിശ്വസിച്ചതുകൊണ്ടാണ് തിന്മയുടെ വ്യാളിക്ക് പോലും അമ്മയെ സ്പർശിക്കാൻ സാധിക്കാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, 8 നാളത്തെ നോമ്പും പ്രാർത്ഥനയും പൂർത്തിയാക്കുന്ന ഈ മംഗളദിനത്തിൽ നാം തിരിച്ചറിയേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതവും ഒരു യാദൃച്ഛികതയല്ല. ലോകം നമ്മെ തള്ളിക്കളഞ്ഞാലും നമ്മുടെ തകർച്ചകളിലും പോരായ്മകളിലും ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് നമ്മിലുണ്ട്. നീ എൻ്റേതാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് നമ്മയും പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. 8 നോമ്പ് ഇവിടെ അവസാനിക്കുമ്പോൾ നോമ്പ് കാലത്ത് നാം ആർജിച്ചെടുത്ത വിശുദ്ധിയും എളിമയും പ്രത്യാശയും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ തുടരേണ്ടതുണ്ട്. നമ്മെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന തിന്മയുടെ ആധുനിക വ്യാളികൾക്ക് മുമ്പിൽ പതരാതെ അമ്മയെപ്പോലെ ദൈവിക വചനത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാനാണ് ഈ 8ാം നാൾ നാം ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷാകര പദ്ധതിയുടെ പ്രഭാതമായ പരിശുദ്ധ മാതാവേ, അമ്മയുടെ ജനനത്താൽ ലോകത്തിൽ പ്രകാശിച്ച ആത്മീയ വെളിച്ചം ഞങ്ങളുടെ ജീവിതങ്ങളിലും നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ആഴമായ തിരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞ് ജീവിതത്തിലെ സങ്കടങ്ങളിലും തിന്മയുടെ പ്രലോഭനങ്ങളിലും വീണു പോകാതെ ദൈവത്തിൻ്റെ കരുതലിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മയെപ്പോലെ ദൈവത്തിന് പ്രീതികരമായ ശോഭയുള്ള ജീവിതങ്ങളായി മാറാൻ ഞങ്ങൾക്കായി അവിടുന്ന് തിരുമകനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.